بسم الله الرحمن الرحيم. بسم الله عظيم القدرة والسعي شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله والصلاة والسلام على سيدنا محمد خاتم النبيين وعلى سائر الأنبياء والمرسلين وآل كل من الصحابة أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: العلم حياة الإسلام. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني. ബഹുമാനമുള്ള സാദത്തുക്കൾ, ഉലമാക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, എനിക്ക് രാവും പകലും പ്രസംഗമായതുകൊണ്ട് വളരെ പ്രയാസമാണ് ഇപ്പോൾ. പഴയ കാലത്ത് അങ്ങനെ പ്രയാസമല്ല. ഇപ്പോൾ രാത്രി ഒരു പ്രസംഗമേ ആവുള്ളൂ. അത് ഇപ്പോ തലക്കടത്തൂരിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു ജില്ലാ സമ്മേളനം പോലെ ആളുകൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയത് കൊണ്ട് അല്പനേരം അവിടെ സംസാരിക്കേണ്ടി വന്നു. ഇവിടെ റബ്ബേ ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിങ്ങനെ വരികയായിരുന്നു. ഏതായാലും മുഹമ്മദ് അലി സഖാഫി മുള്ളൂർക്കരയെ കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി. മുമ്പിൽ നല്ല ജോറായിട്ട് പ്രസംഗിക്കും ഇൻഷാ അല്ലാഹ്. മുമ്പ് ജനിക്കുന്നതിനൊക്കെ എത്രയോ മുമ്പ് പ്രസംഗിക്കാൻ തുടങ്ങിയ ആളാണ് ഞാൻ. എങ്കിലും അല്ലാഹു തആല നമുക്ക് മർകസു സഖാഫത്തി സുന്നിയയിൽ നിന്ന് വിവിധ തരത്തിലുള്ള ആളുകളെ നൽകി. ഇവിടെ ദർസ് നടത്തുന്ന ലുഖ്മാൻ സഖാഫി, അദ്ദേഹവും നല്ല പ്രാസംഗികനാണ്. അതോടൊപ്പം ദർസിന്റെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ആളാണ്. അങ്ങനെ മർക്കസിന്റെ നേട്ടത്തിൽപ്പെട്ടതാണ് വലിയ വലിയ പ്രാസംഗികന്മാരായ സഖാഫികൾ ഇന്ന് നമുക്ക് ഉണ്ട്. നല്ല എഴുത്തുകാര് നമുക്ക് ഉണ്ട്. നല്ല സ്ഥാപനങ്ങൾ നടത്തുന്നവർ ഉണ്ട്. ഇങ്ങനെ എല്ലാ തുറകളിലും പ്രവർത്തിക്കുന്ന സഖാഫികളും അല്ലാത്തവരും ആയ പതിനായിരങ്ങളാണ് മർകസു സഖാഫത്തി സുന്നിയയിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങിയത്. ഇന്ന് കോഴിക്കോട്ട് ഒരു മർകസ് അലുമിനി മീറ്റിംഗ് ഉണ്ടായിരുന്നു.
ഞാൻ അവിടെ പ്രസംഗിക്കാൻ നിന്നപ്പോഴാണ് അള്ളാഹുവിന് വലിയ നിലക്ക് സ്തുതിക്കുന്ന വിധത്തിൽ മർക്കസ് യതീം ഖാനയിൽ പഠിച്ചു പോയവരും മർക്കസ് ബോർഡിങ്ങിൽ പഠിച്ചു പോയവരും എന്നാൽ 300ഓളം വലിയ പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടിയവരും വലിയ കച്ചവടക്കാരും വലിയ വലിയ തൊഴിൽ രംഗത്ത് പുരോഗമിച്ചവരും ഉദ്യോഗസ്ഥന്മാരും എല്ലാം ആ കൂട്ടത്തിലുണ്ട്. മർക്കസിൽ പഠിച്ചുപോയ കുട്ടികളിൽ അൽഹംദുലില്ലാഹ് ഇന്നത്തെ ആ യോഗത്തിൽ ലണ്ടനിൽ ജോലി ചെയ്ത ആൾ വന്നിട്ടുണ്ട്, അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ആൾ വന്നിട്ടുണ്ട്, മറ്റ് വിവിധ രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്ന പലരും ഇന്ന് ആ മർക്കസ് അലുമിനി സമ്മേളനത്തിൽ ഒരുമിച്ച് കൂടുകയുണ്ടായി. ഒരിക്കൽ ഞാൻ ദുബായിലേക്ക് പോകുന്നു. എമിറേറ്റ്സ് ഫ്ലൈറ്റിൽ ഞാൻ സാധാരണ ലോക്കൽ ടിക്കറ്റ് എക്കണോമി ക്ലാസ് ആണ് എടുത്തിട്ടുള്ളത്. എങ്ങനെയോ ഞെരിങ്ങി കാല് നീട്ടാൻ സൗകര്യമില്ലാതെ ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോഴും പെട്ടെന്നൊരു ചെറുപ്പക്കാരൻ വന്നിട്ട്, ഉസ്താദ് ഇവിടെ ഇരിക്കാൻ പാടില്ല, ഫസ്റ്റ് ക്ലാസ് പോയിരിക്കണം. ഫസ്റ്റ് ക്ലാസ് പോകണമെങ്കിൽ ടിക്കറ്റ് വേണ്ടേ? ഞാൻ മർക്കസിന്റെ പൈസയല്ലേ ടിക്കറ്റിന് കൊടുക്കുന്നത് എന്ന് വെച്ചിട്ടാണ് ഫസ്റ്റ് ക്ലാസ് എടുക്കാതിരുന്നത്. പിന്നെ എങ്ങനെ ആയിരിക്കാം? അപ്പൊ അവൻ പറഞ്ഞു, എന്റെ ടിക്കറ്റ് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാണ്, നിങ്ങൾ അവിടെ ഇരിക്കണം, ഞാനിവിടെ ഇരിക്കണം. എന്ത് പറഞ്ഞിട്ടും അവൻ സമ്മതിക്കുന്നില്ല. അവസാനം നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴാണ് അവൻ പറയുന്നത്, ഞാൻ ഇന്ന വിദ്യാർത്ഥിയാണ്, ഉസ്താദ് എന്നെ മർക്കസ് യതീം ഖാനയിൽ SSLC വരെയും പിന്നീട് പ്രീ ഡിഗ്രിയും അന്നത്തെ പഠിപ്പിച്ച് എന്നെ വിട്ടു. അതിനുശേഷം ഞാൻ പിന്നീട് മറ്റ് കമ്പ്യൂട്ടറും വിദ്യാഭ്യാസങ്ങളൊക്കെ പഠിച്ചു. ഇന്ന് എനിക്ക് അമേരിക്കയിൽ വലിയ കമ്പനിയിൽ ജോലിയാണ്. 5 ലക്ഷത്തിലധികം ഉറുപ്പിക എനിക്ക് ശമ്പളം കിട്ടും. അവര് കൊല്ലത്തിലൊരിക്കൽ സ്പെഷ്യൽ ടിക്കറ്റ് തരും, ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് തരും. ഞാൻ അവരുടെ ടിക്കറ്റ് ആയതുകൊണ്ടാണ് ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നത്. ഉസ്താദ് അവിടെ പോയി ഇരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പോയിരുന്നു. ഒരു പാവപ്പെട്ട യതീം കുട്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് കൊണ്ട് ഞങ്ങൾ പഠിപ്പിച്ച് അവരെ അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചു. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള നിരവധി വിദ്യാർത്ഥികൾ എല്ലാ രംഗത്തും മർക്കസിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. ഇത് ഞാൻ സാന്ദർഭികമായി ഇപ്പോ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പ്രസംഗിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണത്. എൻ്റെ അള്ളാഹു തആല ചെയ്ത നിഅമത്തുകളെ കൂട്ടത്തിൽ പെട്ടതാണ്. ഇങ്ങനെയുള്ള എല്ലാ തുറകളിലും നമുക്ക് ആവശ്യമായ പണ്ഡിതന്മാരും പ്രാസംഗികന്മാരും എഴുത്തുകാരും ഉള്ളത് എന്ന് പറഞ്ഞതാണ്. ഇതെന്തുകൊണ്ടാണ് ഉണ്ടായത്? ദർസ് കൊണ്ടുണ്ടായതാണ്. ഞാനിപ്പോൾ തലക്കടത്തൂരിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ബഹറുൽ ഉലൂം ഉസ്താദുൽ അസാത്തി ഓക്കെ സൈനുദ്ദീൻ കുട്ടി ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ. മഹാനവറുകൾ തലക്കടത്തൂരിൽ മുദരിസായിരുന്ന കാലത്ത് 120ഓളം പേർ ഞങ്ങൾ അവിടെ ഓതി പഠിക്കുന്നുണ്ട്. 1958-59 കൊല്ലങ്ങളിലാണ്. അതിനുശേഷം ജനിച്ചവരായിരിക്കും ഇവിടെയുള്ള അധിക പേരും. അപ്പോ
അന്ന് 120 വിദ്യാർത്ഥികൾക്ക് കൂടി ഒരൊറ്റ ടോയ്ലറ്റാണ് ഉള്ളത്. വെള്ളം കോരി കുളിക്കാൻ 2 ബക്കറ്റുണ്ട് ഒരു കിണറിൽ. പക്ഷേ ആ കാലഘട്ടം ചിന്തിക്കാൻ പോലും ഇന്ന് സാധിക്കില്ല. എനിക്കും സാധിക്കില്ല, നിങ്ങൾക്കും സാധിക്കില്ല. അന്ന് അങ്ങനെയാണ് ജീവിതത്തിന്റെ രീതി. എന്നാൽ ആ കാലഘട്ടത്തിൽ 120 വിദ്യാർത്ഥികൾക്ക് തലക്കടത്തൂർ ജുമുഅത്ത് പള്ളി മഹല്ലത്തുകാർ ഭക്ഷണം കൊടുത്ത് മുതല്ലിമീങ്ങളെ പഠിപ്പിച്ച് ദർസിൽ പഠിപ്പിച്ചത് കൊണ്ടാണല്ലോ ഞങ്ങളെല്ലാം ഉണ്ടായത്. അതുപോലെ എത്രയോ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി മർഹൂം അന്ന് എന്റെ കൂടെ തലക്കടത്തൂർ ഓതുന്ന ആളാണ്. അതുപോലെ പി കുഞ്ഞി മുസ്ലിയാർ മൂന്നിയൂര്, അദ്ദേഹം അന്ന് അവിടെ ഓതുന്ന ആളാണ്. ആനക്കര അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ, തിരൂരങ്ങാടി സഖാഫ് തങ്ങൾ, അവരൊക്കെ മരിച്ചുപോയി. അല്ലാഹു തആല അവർക്കെല്ലാം ദർജനേറ്റി കൊടുക്കട്ടെ. അവരൊക്കെ അന്ന് എന്റെ കൂടെ പഠിച്ചവരാണ്. അന്ന് പഠിച്ചവർ വേറെയും കുറെ ആൾ ഇപ്പൊ ഹയാത്തിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ ആണ് ഇവിടെയും ലുഖ്മാനുൽ ഹക്കീം സഖാഫിയുടെ നേതൃത്വത്തിൽ ദർസ് നടക്കുന്നു. അന്നത്തെ അത്രയധികം വലിയ ദർസൊന്നുമില്ലെങ്കിലും ആപേക്ഷികമായി തരക്കേടില്ലാത്ത ദർസ് നടക്കുകയാണ്. അത് നടത്താൻ ഈ നാട്ടുകാർ സഹകരിക്കുന്നു എന്നത് ഞാൻ വലിയൊരു അത്ഭുതമായും വലിയ നിഅമത്തായും കാണുകയാണ്. ഒരല്പം ഇരുന്നിട്ട് പറയാതെ ചെറിയ കസേല ഉണ്ടെങ്കിൽ 2 വരി, ഒരു വരിയും കൂടി അവിടെ ഇട്ട് കൊടുക്കാം. 2 വരി കൂടി 2 സൈഡിലും ഓരോ വരി ഇട്ട് കൊടുക്കാം. എന്നാലും നടന്നു പോകാൻ കസേല ഉണ്ടാവും. കസേല ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അതിൽ നിന്നും ദർസ് അതേ ദർസ് തന്നെയാണ് മർക്കസ് തഖാഫത്ത് സുന്നിയയിലെ ശരീഅത്ത് കോളേജിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെയും ഞാൻ സഹീഹുൽ ബുഖാരി ദർസ് നടത്തിയിട്ടുണ്ട്. ഇന്നലെയും നടത്തിയിട്ടുണ്ട്. കേരളത്തിലുണ്ടാകുന്ന എല്ലാ ദിവസങ്ങളിലും ഞാൻ ദർസ് നടത്തും. മർക്കസ് സഖാഫത്ത് സുന്നിയിൽ ദർസ് മാത്രമല്ല, വേറെ പല ഇനങ്ങളും ഉണ്ട്. നാട്ടുകാരത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒന്നും അറിയാത്ത ജാഹിലുകൾ മർക്കസിനെ ആക്ഷേപിക്കുന്നവരും ദുന്യാവിലുണ്ട്. ഒന്നും അറിയാത്തവരാണവർ. ഏകദേശം 1,00,000 വിദ്യാർത്ഥികൾ ഇന്ന് മർക്കസിന്റെ കീഴിൽ നേരിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കോഴിക്കോട്ടും കശ്മീരിലും വെസ്റ്റ് ബംഗാളിലും അതുപോലെ തമിഴ്നാട്, ബാംഗ്ലൂർ, മൈസൂര് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അന്തമാൻ ദ്വീപിലുണ്ട്. മർക്കസിന്റെ കീഴിൽ നേരിട്ട് നടത്തുന്ന സ്ഥാപനങ്ങൾ. 1,00,000-ലധികം വിദ്യാർത്ഥികൾ ഇന്ന്
ആ നേരിട്ട് നടത്തുന്ന സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കീഴിലായി അൽഹംദുലില്ലാഹ് നൂറുകണക്കായ സ്ഥാപനങ്ങൾ വേറെയുണ്ട്. ആ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികൾ ഉണ്ട്. ഇത് മുഴുവനും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിയർപ്പുതുള്ളികളും നമ്മുടെ സജീവമായ പ്രവർത്തകരുടെ അധ്വാനവും സഹായവും ആണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഇന്ന് ദർസിന്റെ വാർഷികമാണ്. ഈ ദർസ് അത് പഴഞ്ചനല്ല, അത് പഴയതാണ്, പുതിയതുമാണ്. ദർസ് പഴഞ്ചനല്ല, അതേ സമയത്ത് പഴക്കമുള്ളതും പുതുമയുള്ളതും ആണ്. പഴയ കാലം മുതൽ പള്ളികളിൽ മാത്രം ദർസ് നടത്തി വരുന്ന കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ പഠിച്ച പണ്ഡിതന്മാരാണ് ഇവിടെ വലിയ വലിയ മഹാന്മാരായി തീർന്നത്. ഇപ്പോൾ പള്ളിയുടെ മുകളിൽ ദർസ് നടത്തുന്നത് കുറവാണെങ്കിലും പൊതുവെ ദഅ്വാ കോളേജ് എന്ന പേരിലോ മറ്റു പേരിലോ കെട്ടിടങ്ങൾ ഉണ്ടാക്കി അതിൽ ദർസ് നടത്തുന്നുണ്ട്. ഏതായിരുന്നാലും നമ്മുടെ പഴയ രീതിയിലുള്ള ദർസ് ഇവിടുന്ന് എടുത്തു പോകാൻ പാടില്ല. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ആ ഇൽമ്, ആ അറിവ് അത് ഇസ്ലാമിന്റെ ജീവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ അറിവ് എന്ന് പറഞ്ഞത് ഏതാണ്? അറിവ് ഇവിടെ മൃഗത്തിനും ഒരു തരത്തിലുള്ള അറിവുണ്ട്, നായക്കും പട്ടിക്കും ഒരു തരത്തിലുള്ള അറിവുണ്ട്, പൂച്ചക്ക് അറിവുണ്ട്. ഈ അറിവൊന്നും ഇസ്ലാമിന്റെ ജീവനായ അറിവല്ല. അൽ ഇൽമു, ആ ഇൽമ് ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവനാകുന്നു എന്ന് പറഞ്ഞ ഇൽമ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുകയും ആഖിറത്തെ സംബന്ധിച്ച് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഉഖ്റവിയായ ഇൽമാണ് എന്ന് എന്റെ സഹോദരന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ആ ഇൽമാണ് ഇവിടെ കറാമത്തായിട്ട് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന കറാമത്ത് എന്താണ്? കൊടുക്ക്. എന്താണ് ഇമാം ഷാഫി തങ്ങളുടെ കറാമത്ത്? ആകാശത്തിലൂടെ പറക്കലും വെള്ളത്തിലൂടെ നടക്കലും ചുരുങ്ങിയ സമയം കൊണ്ട് ദീർഘമായ സമയം എത്തലും, ഇതെല്ലാം കറാമത്തുകൾ തന്നെ. ആ കറാമത്തുകൾ ഉണ്ടായിട്ടും ഉണ്ട്. എന്നാൽ അതിനേക്കാൾ വലിയ കറാമത്ത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമ്, അവിടുന്ന് പഠിച്ചിട്ടുള്ള ഇൽമ് ഇവിടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. ആ ശിഷ്യന്മാര് വളർന്നു. അവർ അവരുടെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു ഖിയാമത്ത് നാൾ വരെ ഇവിടെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഇൽമിന്റെ സംസ്ഥാപനം, അതാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ വലിയ കറാമത്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് അതാണ്. എത്ര കിതാബ്, ശറഹ് മുസ്ലിം, ശറഹുൽ മുഹദ്ദബ് തുടങ്ങി, ശറഹുൽ ബുഖാരി തുടങ്ങി എത്രയോ കിതാബുകൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ജീവിതത്തിൽ എഴുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആ ഇൽമിന്റെ നിറകുടമായ മഹാന്മാർ അവരുടെ ഇൽമ് ഇവിടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. ആലിമീങ്ങളെ ബാക്കിയാക്കി നിലനിർത്തി അവർ കിതാബുകൾ രചിച്ചു. ഇതാണ് അവരുടെ വലിയ കറാമത്ത് കേട്ടോ. ആ കറാമത്തില്ലായിരുന്നുവെങ്കിൽ ഇന്നിവിടെ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് ആ മഹത്തായ കറാമത്താണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം ഇവിടെ നിലനിൽക്കാനുള്ള ഒന്നാമത്തെ വഴിയെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തി തൽക്കാലം ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഞാൻ കുറച്ചു നേരം വയത് കേട്ടിട്ടേ പോകുള്ളൂ. അല്ലേ? അങ്ങനെ പറ്റൂലേ? ഒരു അരമണിക്കൂർ കേട്ടിട്ട് പിന്നെ പോവാ. എനിക്ക് ഞാൻ വയത് പറഞ്ഞ് ഒരക്ഷരം സംസാരിക്കാൻ കഴിയാണ്ടായി പോയിരുപ്പോ അടുത്ത ദിവസം വരെ. പിന്നെ മെനാന്ന് ഒരു ദിവസം ലീവ് എടുത്ത് ഉറങ്ങി, നല്ലോണം ഉറങ്ങി.
രാത്രി 9 മണി മുതൽ 4 മണി വരെ അങ്ങോട്ട് ഉറങ്ങി. അപ്പോൾ ഉറങ്ങിയപ്പോൾ ഒരു സുഖമായി. അതുകൊണ്ട് ദർസിന്റെ വിഷയത്തിൽ എല്ലാവരും സഹകരിക്കണം. പിന്നെന്താ, പ്രസിഡന്റ് ഒരു കെട്ടിടത്തിന്റെ കാര്യം പറഞ്ഞു. മദ്രസയുടെ നടത്തിപ്പിന് വേണ്ടി ബിൽഡിങ് ഉണ്ടായി കഴിഞ്ഞോ? തറയിട്ടിട്ടേ ഉള്ളൂ. അപ്പൊ അതിനെന്തോ പൈസ വേണമെന്ന്, കുറച്ചത് പറഞ്ഞാൽ മതി, ബാക്കി എന്നെ മുഹമ്മദ് സക്കാവി വാങ്ങിത്തരും. ആരെങ്കിലുണ്ടോ അതിന് ഒരു 2 പില്ലർ വാർത്തരാന്? കമ്പി ഹനീഫാജി എടുത്തു. അൽഹംദുലില്ലാ. കമ്പി കമ്പി കമ്പി. ബാറക്കല്ലാഹു ലഹു. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെയും നമ്മുടെ എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. ആമീൻ. പിന്നെ 600 ചാക്ക് സിമെന്റാണ്. 6 ആള് പറഞ്ഞാൽ അക്കാര്യം കാണാം. വേണ്ട, ഇനി എല്ലാവർക്കും അതിൽ പങ്കെടുക്കണമെന്നുള്ളവർക്കാണെങ്കിൽ 50 ആക്കിയാൽ തിരക്കേട് ഉണ്ടാക്കണം. 20,000 ഉറുപ്പിക വേണമെങ്കിൽ 25 ആക്കും. അത് 25. അല്ലാഹ് വിഷമല്ലല്ലോ ഞാൻ പറഞ്ഞുകൊണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു തആല ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ, ഖൈറായ ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കട്ടെ. 25,000 രൂപ. പേരക്കുട്ടിക്ക് ഒരു അസുഖം, ചെറിയ അസുഖം, അള്ളാഹു ശിഫയാക്കട്ടെ. അള്ളാഹു ഉടനെ ശിഫയാക്കി കൊടുക്കട്ടെ. യാ അല്ലാഹ് യാ അല്ലാഹ്. പിന്നെ ഇത് പറയട്ടെ, സിമന്റ് പറയട്ടെ. ഉള്ളൂർക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കല്ലോ അല്ലേ? എന്നാ പിന്നെ ഞാനിപ്പോ നിർത്തിവെച്ചാൽ മതി. യാ റബ്ബി സ്വല്ലി അലാ നബിയ്യി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി ബുശ്റാ ലനാ മഅ്ശറൽ ഇസ്ലാമി ഇന്ന ലനാ മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദിമി ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഇമി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അല്ലാഹുവിലേക്ക് നമ്മളെ ചേർക്കുന്ന ആ ഭയ കേന്ദ്രം. അതുകൊണ്ട് എല്ലാവരും റസൂലുള്ളാഹിനെ മഹബത്ത് വെക്കണം. റസൂലുള്ളാഹിന്റെ മേലെ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം. ആ സ്വലാത്ത് കൊണ്ടാണ് നമുക്ക് രക്ഷ കിട്ടുക എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. അതിബിസ്സലാത അലൽ ഹബീബി മുഹമ്മദി ഫഇന്നഹാ മഖ്ബൂലത്തുൻ ബിഗൈരി തറദ്ദുദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അധികമായി സ്വലാത്തിനെ നീ ചൊല്ലിക്കോ, അത് മഖ്ബൂലത്തുൻ സ്വീകരിക്കപ്പെടും. ബിഗൈരി തറദ്ദുദി സംശയമില്ലാതെ സ്വീകരിക്കപ്പെടും. ബാക്കിയുള്ളതൊക്കെ ബൈനൽ ഖബൂലി വത്തറദ്ദുദി, ഖബൂലിന്റെയും തറദ്ദുദിന്റെയും ഇടയിലാണ്. സ്വീകരിക്കുമോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. ഹബീബായ നബിന്റെ മേലുള്ള സ്വലാത്ത് അല്ലാഹു തആല സംശയമില്ലാതെ സ്വീകരിക്കുമെന്ന് നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും സ്വലാത്ത് ചൊല്ലണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. ഒരു സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നുമില്ല, നിന്നിട്ട് എല്ലാവരും തരക്കേടില്ല, ഇരുന്നാലും തരക്കേടില്ല. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഈ സലാത്ത് നിങ്ങൾ 10
പ്രാവശ്യം ഏറ്റവും ചുരുങ്ങിയത്, പിന്നെ 25, 35, 50, 100 ഇങ്ങനെ കഴിയുന്നത്ര ചെല്ലാം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ഇത് പതിവാക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. റഹമുറാഹിമായ അള്ളാഹ്, ഈ മജ്‌ലിസ് നീ കബൂൽ ചെയ്യണേ അള്ളാഹ്. ഞങ്ങളുടെ സർവ്വദോഷങ്ങളും പൊറുക്കണേ അള്ളാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ, സന്താനങ്ങൾ, പ്രിയക്കാർ എല്ലാവരുടെ ദോഷങ്ങളും പൊറുക്കണേ അള്ളാഹ്, പൊറുക്കണേ അള്ളാഹ്. ഞങ്ങളുടെ സർവ്വ ഹലാലായ മുറാദുകളും ഹസനാക്കി തരണേ അള്ളാഹ്. എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അള്ളാഹ്. വലിയ വലിയ രോഗങ്ങൾ തൊട്ട് ഞങ്ങളെ നീ പ്രത്യേകമായി കാത്തുരക്ഷിക്കണേ അള്ളാഹ്. ഞങ്ങളുടെ മുഴുവൻ പദ്ധതികളും നീ പൂർത്തിയാക്കി തരണേ അള്ളാഹ്. ദുആ ചെയ്യാൻ പെരുത്ത ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞവർക്കും പറയാത്തവർക്കും, ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും അതിന്റെ വളണ്ടിയർമാരും പ്രവർത്തകന്മാരും എല്ലാവർക്കും റഹ്മാനെ നീ ഖൈറായ അമല് സ്വീകരിക്കണേ അല്ലാഹ്. ഈ സ്ഥലം ഒരു അമുസ്ലിമാണ് നമുക്കിത് നടത്താൻ അനുവദിച്ചു തന്നത്. അള്ളാഹു അദ്ദേഹത്തിന് നീ ഹിദായത്ത് നൽകണേ അള്ളാഹ്. അദ്ദേഹത്തിന്റെ ഖൈറായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കണേ അള്ളാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله على سيدنا الحمد لله رب വന്ദനായ മുള്ളൂർക്കര ഉസ്താദ് പ്രസംഗിക്കുന്നു. അതിനു മുമ്പായി സിലുഗുർ